ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ KrivanaArun. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, ഞാൻ എങ്ങനെ സിമ്പിളായിട്ട് കണ്ണെഴുതൽ എന്നാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. വീട്ടിലുള്ള എൻ്റെ 2 വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു ഡാസ്ലറിൻ്റെ ഐലൈനറും ഒരു കാജലിൻ്റെ ഒരു കൺമഷിയാണ് ഞാൻ യൂസാക്കുന്നത്. അപ്പോൾ ഈ 2 സാധനവും ഉപയോഗിച്ചിട്ട് എങ്ങനെ സിമ്പിളായി ഈസി ആയിട്ട് കണ്ണെഴുതാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ഒരു ബിഗിനേഴ്സിനൊക്കെ ഉപകാരപ്പെടും കേട്ടോ. വീട്ടൊക്കെ കണ്ണെഴുതുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പൊതുവേ ഗേൾസ് കണ്ണെഴുതാണ്ടൊന്നും പുറത്തിറങ്ങാറില്ല അല്ലേ. ഞാനൊക്കെ പുറത്തേക്ക് പോകുന്ന സമയത്ത് അധികം ഈ കൺമഷിയും ഐലൈനറൊക്കെ ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ കണ്ണെഴുതൽ എന്നാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ കണ്ണൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കണ്ണെഴുതുന്നത്. അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ഹിമാലയൻ്റെ കാജലാണ്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം കണ്ണിന് എഴുതാറ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കാജലിനെ കൊണ്ട് ഞാൻ 2 വശം കണ്ണ് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനെ കൊണ്ടാണ് ഞാൻ കണ്ണ് എഴുതാറ്. ആദ്യം ഞാൻ കാജൽ യൂസ് ചെയ്തിട്ട്, കൺമഷി യൂസ് ചെയ്തിട്ട് ഇത് യൂസാക്കലാണ്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഐലൈനർ എഴുതിയിട്ടുണ്ട്, 2 വശവും എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ കണ്ണെഴുതാറ്. എഴുതുന്ന രീതി നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ണെഴുതി കഴിഞ്ഞ് ഇങ്ങനെയാണ് ഞാൻ കണ്ണെഴുതാറ്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം. പുതിയ വീഡിയോ വരുന്നതിലേക്കും ബായ്.